ഇന്നിവിടെ പറയാൻ പോകുന്നത് റെഡ്മി 2-ൻ്റെ റിംഗർ പ്രോബ്ലത്തെക്കുറിച്ചാണ്. പ്ലീസ് വാച്ച് ഇറ്റ് ദ വീഡിയോ. ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് റെഡ്മി 2-ൻ്റെ റിംഗർ പ്രോബ്ലംസിനെ കുറിച്ചാണ്. റിംഗറിൻ്റെ ജമ്പർ എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇതിന് വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു ചെറിയ സ്ട്രിപ്പാണ് വെച്ചിരിക്കുന്നത്. സ്ട്രിപ്പിൽ ഈ കണക്ഷനിലുമാണ് റിംഗർ മുട്ടുന്നത്. അവിടുന്ന് ഒരു കണക്ടർ വഴിയാണ് ബോർഡിലേക്ക് പോകുന്നത്. ബോർഡിൽ എവിടെയാണ് ഇത് കയറുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ബോർഡിൽ ഇവിടെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇവിടെ ഒരു ഐ സി ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ റിംഗർ ഐ സി. റിംഗർ ഐ സിയുടെ മുകളിൽ 2 ബ്ലാക്ക് കമ്പോണൻസ് ഇരിപ്പുണ്ട്. ഇതിലേക്കാണ് കയറുന്നത്. ഇതിൻ്റെ മുകളിലത്തെ കണക്ഷനിലേക്ക് ഒരു വയർ വലിച്ചു കൊടുക്കുക, വേറൊരു വയർ, ഒരു ജമ്പർ ഇപ്പുറത്തെ കണക്ഷനിലേക്ക് കൊടുക്കുക. ഈ 2 ജമ്പർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ജമ്പർ ഇട്ട് കൊടുക്കുക. ജമ്പർ ഇട്ട് കൊടുത്തിട്ടും ആയില്ലെങ്കിൽ മാത്രം ഇതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന റിംഗർ ഐ സി നിങ്ങൾ മാറ്റുക. റിംഗർ ഐ സി ഒരു സൈഡിലേക്ക് 4 കാലുകളുള്ള, എല്ലാ സൈഡിലേക്കും 16 കാലുകളുള്ള ഒരു ഐ സിയാണ്. അത് മാറ്റിയിടുക. അപ്പോൾ അത് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വാട്ടർ ഡാമേജ് കൊണ്ട് ഈ ഐ സി സാധാരണ കംപ്ലൈൻ്റ് ആകാറുണ്ട്. ഇത് ഫുള്ള് ഡെഡ് ഷോട്ട് കാണിക്കാറുണ്ട് ഈ ഐ സിയുടെ കുഴപ്പം കൊണ്ട്. അപ്പോൾ ഈ ഐ സി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിംഗറും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഐ സി ഒന്ന് മാറിയിട്ടാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.